പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. മാതാപിതാക്കളും സോദരർ ബന്ധുക്കൾ ആരുവെടിഞ്ഞിടിലും അനാഥനായി നിന്നെ കൈവിടുകില്ലെന്ന് അരുളിയോൻ കൂടെയുണ്ട്. അനാഥനായി നിന്നെ കൈവിടുകില്ലെന്ന് അരുളിയോൻ കൂടെയുണ്ട്. ആശ്രയിപ്പാനൊരു നാമമുണ്ടെങ്കിലത് യാഹല്ലാതാരുമില്ല. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. കഷ്ടങ്ങളേറുമ്പോൾ ആവശ്യങ്ങൾ ഏറിലും സഹായിപ്പാനായി സ്വർലോകനാഥന്റെ കരങ്ങൾ കുറുകിട്ടില്ല. സഹായിപ്പാനായി സ്വർലോകനാഥന്റെ കരങ്ങൾ കുറുകിട്ടില്ല. ആശ്രയിപ്പാനൊരു നാമമുണ്ടെങ്കിലത് യാഹല്ലാതാരുമില്ല. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 18-ാം വാക്യം വായിക്കാം. 1-ാം അധ്യായം 18-ാം വാക്യം. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. യേശുക്രിസ്തു അപ്പോസ്തലനായ യോഹന്നാന് പത്മോസിൽ വെളിപ്പെടുകയാണ്. അപ്പോസ്തലനായ യോഹന്നാന് ക്രിസ്തു വെളിപ്പെട്ടതിൻ്റെ വചനം ഫലമേൽപ്പിക്കുകയാണ്. ഒരു വലിയ ശുശ്രൂഷ ഫലമേൽപ്പിക്കുകയാണ്. നീ എഴുതുക എന്നാണ് ശുശ്രൂഷ. നീ എഴുതുക. വചനം ഞാൻ നിനക്ക് തരാം, ഞാൻ തരുന്നത് നീ എഴുതി വയ്ക്കുക, നീ എഴുതുക. ദൈവത്തിന് സ്തോത്രം. പറയുകയാണ്, അവൻ വലം കൈ എൻ്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. വലം കൈ എൻ്റെ മേൽ വെച്ചു. കാൽക്കൽ വീണപ്പോൾ പറയുന്നു ഭയപ്പെടേണ്ട, വലം കൈ അപ്പോസ്തലൻ്റെ മേൽ വെച്ചു. ദൈവത്തിന് സ്തോത്രം. വലം കൈ വെച്ചു. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹത്തിൻ്റെ കരം നമ്മുടെ മേൽ വയ്ക്കും. അനുഗ്രഹത്തിൻ്റെ കരം നമ്മുടെ മേൽ വെച്ച് നമ്മെ കർത്താവ് ആശ്വസിപ്പിക്കും. കർത്താവ് ശുശ്രൂഷ ഫലമേൽപ്പിക്കും. വലം കൈ നമ്മുടെ മേൽ വയ്ക്കുന്നു, ശുശ്രൂഷ ഏൽപ്പിക്കുന്നു, വലിയൊരു വേല നമ്മെ ഏൽപ്പിക്കുന്നു. അപ്പോസ്തലനായ യോഹന്നാന് ഒരു വലിയ വേല കിട്ടുകയാണ്, വലിയ ഒരു ശുശ്രൂഷ കിട്ടുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവൻ വലം കൈ എൻ്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട. അപ്പോസ്തലൻ പേടിച്ചു പോയി. ഈ അത്ഭുതമായ കാഴ്ച കണ്ട് ഭയപ്പെട്ടു പോയി, പേടിച്ചു പോയി. കാര്യം കർത്താവിൻ്റെ സാന്നിധ്യമാണെന്നറിയാം. ആ സാന്നിധ്യത്തിൻ്റെ കുളിർമ അനുഭവിക്കുന്നുണ്ട്. എങ്കിലും പെട്ടെന്നുണ്ടായ ഈ
ഈ തേജസ്സിൻ്റെ ആവിർഭാവം അപ്പോസ്തലനെ ഭയചകിതനാക്കി. അപ്പോസ്തലൻ ഭയന്നുപോയി. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും ഞാൻ അന്ത്യനുമാകുന്നു, ഞാൻ ആദിയില്ലാത്ത ആദിയും അന്തമില്ലാത്ത അന്തവുമാകുന്നു, ഞാൻ ആദ്യന്തവിഹീനാകുന്നു. സ്തോത്രം. എന്താണ് പറഞ്ഞത്? ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ജീവിക്കുന്ന ദൈവമാണ്, ജീവിക്കുന്ന ദൈവം. ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാലിതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരിച്ചവനായിരുന്നു, എന്നാലിതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. സ്തോത്രം. മരണത്തിൻ്റെ താക്കോൽ, പാതാളത്തിൻ്റെ താക്കോൽ, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. പാതാളത്തിൻ്റെ താക്കോൽ അവൻ്റെ കൈവശമുണ്ട്, മരണത്തിൻ്റെ താക്കോൽ അവൻ്റെ കൈവശമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് മകനെ, നീ മരണത്തെ പേടിക്കേണ്ട, നീ പാതാളത്തെ ഭയപ്പെടേണ്ട, നീ പേടിക്കേണ്ട. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കയ്യിലേന്തുന്നവനാണ് നിൻ്റെ അരികത്ത് നിൽക്കുന്നത്. അവൻ്റെ പാദത്തിലാണ് നീ വീണിരിക്കുന്നത്. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും നീ എഴുതുക. ദൈവത്തിന് സ്തോത്രം. നീ കണ്ടത് നീ എഴുതുക, ഇപ്പോൾ ഉള്ളത് നീ എഴുതുക, ഇനി സംഭവിക്കാനിരിക്കുന്നത് നീ എഴുതുക. സ്തോത്രം. 3 കാര്യങ്ങൾ. നീ കണ്ടത് ഭൂതകാലം, ഇപ്പോൾ ഉള്ളത് വർത്തമാനകാലം, ഇനി സംഭവിക്കാനിരിക്കുന്നത് ഭാവികാലം. ഈ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യമാണ് വാസ്തവത്തിൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ആകത്തുക. നീ കണ്ടത്, ഇപ്പോൾ ഉള്ളത്, ഇനി സംഭവിക്കാനിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ഉള്ളത്, നീ കണ്ട കാഴ്ചകൾ, നീ വലിയൊരു തേജസ്സിൻ്റെ കാഴ്ച നീ കണ്ടല്ലോ, അത് നിൻ്റെ മനസ്സിലിരിക്കട്ടെ. ഇപ്പോൾ ഉള്ളത് അതും നിനക്കറിയാമല്ലോ. ഇനി സംഭവിക്കാനിരിക്കുന്നത് നിനക്കറിയാൻ വയ്യാത്തത് ഞാൻ പറഞ്ഞു തരാം. ദൈവത്തിന് സ്തോത്രം. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും നീ എഴുതുക. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അനാദികാലം മുതലുള്ളതായ ദൈവീകമായ മർമ്മങ്ങളും രഹസ്യങ്ങളും കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇനി വരാനിരിക്കുന്ന കാലം, ലോകത്തിൻ്റെ അവസാനം വരെയുമുള്ള കാലം എന്ത് എന്ന് കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്നു. ഇന്നത്തെ ഈ കാലമെല്ലാം തീരും. ഇന്നത്തെ ഈ നിലവാരം മാറിപ്പോകും. ഇന്നത്തെ ഈ അന്തരീക്ഷം മാറിപ്പോകും. ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോവുകയും ചെയ്യും. അപ്പോസ്തലനായ പത്രോസ് പറയുന്നു. 2 പത്രോസ് 3-ന്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ കാണാം, എല്ലാം കത്തി അഴിഞ്ഞു പോകും, ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. വായിക്കാം. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. ആകാശം, അന്തരീക്ഷം മുഴുവൻ മാറിപ്പോകും. കൊടുമുഴക്കത്ത് വലിയൊരു മുഴക്കമുണ്ടാകും, കൊടിയ മുഴക്കമുണ്ടാകും. ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും. മൂലപദാർത്ഥങ്ങൾ, ലോഹങ്ങൾ, ധാതുക്കൾ, ലവണങ്ങൾ, മെറ്റൽസ്, മിനറൽസ് ആൻഡ് സോൾട്ട്സ്. മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയും, എല്ലാം കത്തി നശിക്കും. ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഭൂമി വെന്തുപോകും. ഭൂമിയുടെ മേലുള്ള പണിപ്പാടുകളെല്ലാം വെന്തുപോകും. ഈ ഭൂമിയിലുള്ള എല്ലാ പണിപ്പാടുകളും, എല്ലാ ഉന്നതമായ ഉത്തുംഗ സൗധങ്ങളും, എല്ലാ മണിമാളികകളും, എല്ലാ നെടുകണക്കൻ കെട്ടിടങ്ങളും എല്ലാം കത്തിപ്പോകും. ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. വ്യക്തമായിട്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്. അതും നൂറ്റാണ്ടുകൾക്ക് മുൻപ് യേശു ക്രിസ്തു ജനിക്കുന്നതിന് 450 കൊല്ലം മുമ്പ് മലാഖി പ്രവാചകൻ പറഞ്ഞു. 4-ാം അധ്യായം 1-ാം വാക്യം. മലാഖി പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ വരാനിരിക്കുന്ന ആ കാലത്തെക്കുറിച്ച് പ്രവാചകൻ മുൻകൂട്ടി കണ്ടു. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും. സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും. വൈക്കോൽ വെന്തടിയുന്നത് പോലെ വെന്തടിയും. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയുമെന്ന്. വേരും ശേഷിക്കുകയില്ല, കൊമ്പ് ശേഷിക്കുകയില്ല, എല്ലാം ദഹിച്ചു പോകും. മണ്ണിനടിയിലുള്ളതും ശേഷിക്കുകയില്ല, മണ്ണിന് മീതെയുള്ളത് ശേഷിക്കുകയില്ല. വേരും കൊമ്പും ശേഷിക്കാതെ എല്ലാം ദഹിച്ചു പോകും. എങ്ങനെയാണ് വരുന്നത് ആർക്കറിയാം? ഏതെങ്കിലും വലിയ ഭയങ്കരമായ ബോംബിൻ്റെ സ്ഫോടനങ്ങളാണോ? നമുക്കറിഞ്ഞുകൂടാ. ഏതെങ്കിലും
അങ്ങ് ബഹിരാകാശത്ത് നിന്ന് പറന്നു വരുന്നതായ ഏതെങ്കിലും നക്ഷത്രങ്ങളോ ഉൽക്കകളോ വന്ന് ഈ ഭൂമിയിലൊന്ന് ഇടിക്കുന്നതാണോ നമുക്ക് അറിഞ്ഞുകൂടാ. എല്ലാം തകരും. ഭൂമി ഒരു മൺകട്ട പോലെ ഇരിക്കുന്നെങ്കിൽ ഒരു വലിയ പാറ വന്ന് വീണാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ എല്ലാം പൊടിഞ്ഞു പോകും. ഇതെല്ലാം പൊടിഞ്ഞു പോകുന്നൊരു സമയം വരും. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും ദുഷ്പ്രവർത്തിക്കാരും താഴ്ടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കുമ്പശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ച് കളയും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇത് കേട്ട് ഭയപ്പെടേണ്ട എന്നാണ് അവിടെ പ്രവാചകൻ പറയുന്നത്. കാരണം ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവമക്കൾക്ക് ആ കേടൊന്നും വരികയില്ല. അടുത്ത വാക്യം വായിക്കാം. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ, എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. നീതിயின் സൂര്യനായ ക്രിസ്തു തൻ്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. നീതി സൂര്യൻ ഉദിക്കും. കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടും. അവൻ തേജോമയനായി പ്രത്യക്ഷപ്പെടും. അവൻ കോടാനുകോടി മാലാഖമാരുടെ അകമ്പടിയോടുകൂടി അവൻ പ്രത്യക്ഷനാകും. ദൈവത്തിന് സ്തോത്രം. അവൻ തേജസ്സിനാഥനായി പ്രത്യക്ഷപ്പെടും. വരുവാനുള്ള ആ ദിവസം വേരും കുമ്പശേഷിക്കാതെ അനേകം ദഹിപ്പിച്ച് കളയുമ്പോൾ എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോട് ഉദിക്കും. തന്നെയുമല്ല, നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടും. അതുവരെയും തൊഴുത്തിനകത്ത് കെട്ടിയിട്ടിരുന്നതായ അല്ലെങ്കിൽ തൊഴുത്തിനകത്ത് അടച്ചിട്ടിരുന്നതായ പശുക്കിടാക്കൾ തൊഴുത്തിൻ്റെ വാതിൽ തുറക്കുമ്പോൾ പുറത്തേക്ക് ചാടി തുള്ളിച്ചാടി കളിച്ച് പോകുന്നതുപോലെ അനേക ദൈവമക്കൾ എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങളോ തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടും. ഒരു ഭാഗം ആളുകൾ തുള്ളിച്ചാടുമ്പോൾ വേറൊരു ഭാഗം ആളുകൾ വെന്ത വെണ്ണീറാകുന്നു. ഭയങ്കരമായ ഒരവസ്ഥയാണ് വരാൻ പോകുന്നത്. ഇതെല്ലാം അങ്ങനെയാണോ എന്ന് ചിന്തിക്കുന്നവരുണ്ടോ? പ്രിയപ്പെട്ടവരെ, നാം ഒരുപക്ഷെ നേരിട്ട് കാണും. അല്ല, നാം ഈ ഭൂമിയിൽ അല്ലെങ്കിൽ നാം അവിടെ ഇരുന്നു കൊണ്ട് കാണും. ഈ ഭൂമിയിൽ വരുന്നതായ ഭയാനകമായ അവസ്ഥകൾ എല്ലാം തകർന്ന് തരിപ്പണമായി പോകും. എല്ലാം തീരും. ഇന്ന് നാം മനോഹരമായി കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്നതായ നമ്മുടെ വീടുകൾ, നമ്മുടെ ഭവനങ്ങൾ, നമ്മുടെ അനേകം പ്രാസാദ ജാലങ്ങൾ എല്ലാം എന്തടിഞ്ഞു പോകും, എല്ലാം കത്തിക്കഴിഞ്ഞു പോകും. ദൈവത്തിന് സ്തോത്രം. ഇത് വാസ്തവമായൊരു ബോധ്യമുണ്ടെങ്കിൽ നാം ആരോടും പിണങ്ങിയിരിക്കുകയില്ല. വീട്ടിൽ നിന്ന് വഴക്കുണ്ടാക്കുകയില്ല. മാതാപിതാക്കളോട് ധിക്കാരം പറയുകയില്ല. ഭർത്താവിനോട് അനുസരണക്കേട് കാണിക്കുകയില്ല. ഭാര്യയെ ഉപദ്രവിക്കുകയില്ല. എല്ലാം കഴിയും. നമുക്കാർക്കും ഒന്നും തടുക്കാൻ വയ്യാത്തതായ വൻ ദുരിതങ്ങൾ വരും. കാലമെല്ലാം കഴിയും. ഇന്ന് കാണുന്നതെല്ലാം കഴിയും. ഇതെല്ലാം തീരാൻ പോകുന്നതാണെന്ന് മനസ്സിലായാൽ, അല്ല എൻ്റെ ഈ ആയുസ് എത്രയോ ചുരുങ്ങിയൊരു ആയുസ്, ഏത് സെക്കൻഡിലും ഞാൻ പറന്നു പോകാം, ഞാൻ ഇവിടെ നിന്ന് മാറിപ്പോകാം എന്നൊരു ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നമുക്ക് ആരോടും ക്രൂരമായി പെരുമാറാൻ സാധിക്കുകയില്ല. ആരോടും കരുണയില്ലാതെ സംസാരിക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ ഹൃദയത്തിൽ സ്നേഹം നിറഞ്ഞുകൊണ്ടിരിക്കും. സ്നേഹം തുളുമ്പിക്കൊണ്ടിരിക്കും. സ്നേഹത്തിൻ്റെ ആ ആത്മാവ് നമ്മിൽ നിന്ന് വ്യാപരിച്ചു കൊണ്ടിരിക്കും. എല്ലാവർക്കും നമ്മിൽ നിന്ന് സ്നേഹം കിട്ടിക്കൊണ്ടിരിക്കും. സ്നേഹമല്ലേ ജീവനുള്ള ക്രിസ്തു നമുക്ക് തന്നത്. നമുക്ക് അർഹതയുണ്ടായിട്ടല്ലല്ലോ കിട്ടിയത്. നമുക്ക് യോഗ്യതയുണ്ടായിട്ടല്ലല്ലോ കിട്ടിയത്. സ്നേഹമല്ലേ അവിടെ നമുക്ക് തന്നത്. അല്ലേ? നിങ്ങൾക്കറിയാൻ പാടില്ലേ? സ്നേഹമല്ലേ കിട്ടിയത്. എന്നും സ്നേഹം നമ്മുടെ മേൽ കോരിച്ചൊരിഞ്ഞുകൊണ്ടിരുന്നു. എന്നും സ്നേഹം. നമ്മുടെ അകൃത്യങ്ങൾ ഓർമ്മ വെച്ചാൽ കർത്താവെ ആര് നിലനിൽക്കും? കർത്താവെ നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ ആര് നിലനിൽക്കും? ദൈവത്തിന് സ്തോത്രം. എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കണം നിൻ്റെ പക്കൽ വിമോചനമുണ്ട്. കർത്താവെ നീ എനിക്ക് പാപത്തിൻ്റെ വിമോചനം തന്നുകൊണ്ടല്ലേ ഞാൻ ജീവിക്കുന്നത്. അല്ലെങ്കിൽ എത്ര പണ്ടേ ഞാൻ മണ്ണടിഞ്ഞു പോകുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. നീ ആയുസ് നീട്ടി തന്നുകൊണ്ടല്ലേ ഞാൻ ജീവിക്കുന്നത്. അല്ലെങ്കിൽ എത്ര പണ്ടേ അക്കരയ്ക്ക് ഞാൻ പറന്നു പോയേനെ. ദൈവത്തിന് സ്തോത്രം. ചുരുങ്ങിയൊരായുഷ്കാലം നമ്മുടെ മുന്നിലുണ്ട്. ചുരുങ്ങിയൊരായുഷ്കാലം. നാളെ എന്ത് നമുക്ക് അറിഞ്ഞുകൂടാ. കാലമെല്ലാം കഴിയും. ഇന്ന് കാണുന്നതെല്ലാം അഴിയും. എല്ലാം നശിച്ചു പോകും. അഴിയും, നശിക്കും. ഇന്ന് കാണുന്നതെല്ലാം നശിക്കും. പിന്നെ പുതിയ യുഗം വിരിയും. നാമോ തിരികെ വരാതെ നിത്യത്തിലേക്ക് മറയും. സംഭവിക്കാൻ പോവുകയാണ്. തിരികെ വരാതെ അനന്തതയിലേക്ക് മറയും. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിൽ വരുന്ന കഷ്ടപ്പാടുകളെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഓരോ അധ്യായത്തിലും നമുക്ക് കാണാം. ഓരോ അധ്യായത്തിലും 4-ാം അധ്യായം മുതൽ 22-ാം അധ്യായം വരെയുള്ള ഭാഗങ്ങളെല്ലാം വരാനിരിക്കുന്ന കാര്യങ്ങളാണ്. ഇനി സംഭവിക്കാനിരിക്കുന്നത് 4-ാം അധ്യായം 1-ാം വാക്യം മുതലാണ് അത് കാണുന്നത്. 4-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ ഇവിടെ കയറി വരിക എന്നുള്ള ശബ്ദം കേൾക്കുന്നു. അപ്പോസ്തലനായ യോഹന്നാൻ ആത്മാവിൽ കയറി ചെന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ കയറി വരിക, ആത്മാവിൽ കയറി ചെന്ന് സ്വർഗീയ ദർശനങ്ങൾ കാണുകയാണ്. വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ദർശനങ്ങൾ കാണുകയാണ്. നിങ്ങൾ വായിച്ചാൽ നിങ്ങൾ അത്ഭുതപ്പെടും. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് ഭൂമിയിൽ 1/3 വെള്ളം, സമുദ്രത്തിലും നദികളിലുമുള്ള വെള്ളമെല്ലാം കയ്പായി തീർന്നുവെന്ന്, കാഞ്ഞിരമായി തീർന്നുവെന്ന് ഒക്കെ സംഭവിക്കാൻ പോവുകയാണ്.
ദൈവത്തിന് സ്തോത്രം. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി വറ്റുമെന്ന് 16 അധ്യായം വായിക്കുമ്പോൾ യൂഫ്രട്ടീസ് ടൈഗ്രീസ് ഫ്രാത്ത് നദി വറ്റുമെന്ന്. ഫ്രാത്ത് യൂഫ്രട്ടീസ് നദിയാണ്. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി വറ്റുമെന്ന്. ഇന്ന് തുർക്കിയിൽ കൂടി ഒഴുകി വരുന്നതായ യൂഫ്രട്ടീസ് നദി അത് വറ്റിപ്പോകും. സാധാരണ ഇതിൽ വറ്റാൻ സാധ്യമല്ലാത്തൊരു നദിയാണ്. എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഈ വലിയൊരു യുദ്ധം ഉണ്ടായപ്പോൾ, ഭയങ്കരമായ യുദ്ധം ഉണ്ടായപ്പോൾ, തുർക്കി ആ യൂഫ്രട്ടീസ് നദിയിൽ ആ വലിയൊരു തടസ്സമുണ്ടാക്കി, അണക്കെട്ടുണ്ടാക്കി. ഇറാഖിൽ കൂടി പോകുന്ന നദി ഇറാഖിൽ അവിടെ വെള്ളം കുറഞ്ഞുപോയി, വെള്ളം 4-1 പോയി എന്ന് അന്നത്തെ പത്രം വായിച്ചാൽ കാണാം. ദൈവത്തിന് സ്തോത്രം. 4-1. ആ നല്ലതുപോലെ തീർത്തും ബണ്ട് കെട്ടിയിരുന്നെങ്കിൽ ശേഷം വെള്ളം താഴോട്ട് ഒഴുകുകയില്ലായിരുന്നു. എന്നാൽ തുർക്കി അത് പിന്നീട് വിട്ടുകൊടുത്തതുകൊണ്ട് ആ വെള്ളം മുന്നോട്ട് ഒഴുകി, താഴോട്ട് ഒഴുകി. അത് സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ്. എന്നാൽ ഇനി യൂഫ്രട്ടീസ് നദി അത് വറ്റിപ്പോകുന്ന സ്ഥിതി വരും. വെളിപ്പാട് ദിവസം 16 അധ്യായത്തിൽ വരുന്നു. പ്രിയപ്പെട്ടവരെ, 9 അധ്യായത്തിലേക്ക് വരുമ്പോൾ ന്യൂട്രോൺ ബോംബിനെക്കുറിച്ചുള്ള വൃത്താന്തം കണ്ടു. ന്യൂട്രോൺ ബോംബ്, മനുഷ്യൻ ആ ബോംബ് വീഴുമ്പോൾ മനുഷ്യൻ അപ്പാടെ അപ്പോൾ ചത്തുപോവുകയല്ല, നാടുകൾ നരകിച്ച് ആവും. 9 അധ്യായം 1 വാക്യം വായിക്കൂ. 9 അധ്യായം 1 വാക്യം. പെരിഞ്ചോളയിലെ പുക പോലൊരു പുക പൊങ്ങുന്നു. ഏതാണ്? ഏതോ രാസവാതകം പൊങ്ങുന്നതാണ്. ഏതോ കെമിക്കൽ വെപ്പൺസ് ഉയരുന്നതാണ്. കെമിക്കൽ വെപ്പൺസ്, രാസവാതകം ഉയരുന്നതാണ്. വായിക്കാം. 5-ാമത്തെ ദൂതനൂതി. അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്തുനിന്ന് ഭൂമിയിൽ വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു. അവന് അഗാധകൂപത്തിൻ്റെ താക്കോൽ ലഭിച്ചു. അവൻ അഗാധകൂപം തുറന്നു. ഉടനെ പെരിഞ്ചൂളിലെ പുക പോലെ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി. അഗാധകൂപം തുറന്നു, പെരിഞ്ചൂളയിലെ പുക പോലെ ആ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി. ആ വലിയ കിണറിന് താഴെയുള്ള അതിൽ നിന്ന് പുക ഇങ്ങനെ പൊങ്ങുകയാണ്. ഏതോ ചില വാതകങ്ങൾ പൊങ്ങുന്നു. അതെല്ലാം മാരകമായ വാതകങ്ങളാണ് താനും. പുക പൊങ്ങി. കൂപത്തിൻ്റെ പുകയാൽ സൂര്യനും ആകാശവും ഇരുണ്ടുപോയി. സൂര്യനും കാണാനില്ല, ആകാശവും കാണാനില്ല, എല്ലാം ഇരുണ്ടുപോയി. ആ കൂപത്തിൽ നിന്ന് പൊങ്ങുന്ന ആ കറുത്ത പുകയാൽ എല്ലാം ഇരുണ്ടുപോയി. പുകയിൽ നിന്ന് വെട്ടുക്കിളി ഭൂമിയിൽ പുറപ്പെട്ടു. പുകയിൽ നിന്ന് ചില ദുഷ്ടപ്രാണികൾ, വെട്ടുക്കിളി എന്ന് പറഞ്ഞത് ഒരു ദുഷ്ടപ്രാണിയെ കാണിക്കുന്നു. ദുഷ്ടപ്രാണികൾ, ചില രോഗാണുക്കൾ അത് ഭൂമിയിൽ പരന്നു. അതിന് ഭൂമിയിലെ തേളിനുള്ള ശക്തി ലഭിച്ചു. ആ രോഗാണുക്കൾക്ക് ഭൂമിയിലെ തേളിനുള്ള ശക്തി ലഭിച്ചു. അത് മനുഷ്യനെ കുത്തുന്നു. അത് മനുഷ്യൻ്റെ ശരീരത്തിൽ വേദന ഉണ്ടാക്കുന്നു. തേൾ കുത്തുമ്പോഴുള്ള വേദന ഉണ്ടായി. നെറ്റിയിൽ ദൈവത്തിൻ്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായതൊന്നിനും യാതൊരു വൃക്ഷത്തിനും കേടുവരുത്തരുത് എന്ന് അതിന് കൽപ്പനയുണ്ടായി. ഒന്നിനും വൃക്ഷങ്ങൾക്കൊന്നും കേടുവരുത്തരുത്. പക്ഷേ മനുഷ്യർക്ക് അതെങ്ങനെയുള്ളവർ? ഭൂമിയിൽ നെറ്റിയിൽ ദൈവത്തിൻ്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ദൈവത്തിൻ്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്ക് കേടുവരുന്നു. ദൈവത്തിൻ്റെ മുദ്രയുള്ളവർക്കോ, ഇവൻ ദൈവത്തിൻ്റെ മുദ്രയുള്ളവനാണ്, ഇവൻ അടയാളമുള്ളവനാണ്, അടയാളമുള്ളവനെ തൊട്ടു പോകരുത്. ദൈവത്തിന് സ്തോത്രം. എസ്കേൽ 18 അധ്യായം വായിക്കുമ്പോൾ കാണാം, അടയാളമുള്ള ഒരുത്തിനെയും തൊട്ടു പോകരുത്. എസ്കേൽ 8-9 അധ്യായങ്ങൾ കാണാം, അടയാളമുള്ള ഒരുത്തിനെയും തൊട്ടു പോകരുത്. മുദ്രയില്ലാത്തവരെ തേള് കുത്തുമ്പോൾ വേദന ഉണ്ടാകുന്നു. എന്തൊരത്ഭുതം പ്രിയപ്പെട്ടവരെ. മനുഷ്യർ അന്നേ ദുരിതത്തിൻ്റെ 2 ഭാഗത്തായിട്ട് നിൽക്കുകയാണ്. ഒരു കൂട്ടം ആളുകൾക്ക് ദുരിതം, വേറൊരു കൂട്ടം ആളുകൾക്ക് ദുരിതമില്ല. വരാൻ പോകുന്ന കാര്യങ്ങൾ യോഹന്നാൻ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവിടെ തേള് കുത്തുന്ന പോലത്തെ വേദന ഏതോ ചില ഈ ലേസർ രശ്മികളായിരിക്കാം, അതല്ലെങ്കിൽ കെമിക്കൽ വെപ്പൺസ് ഏതെങ്കിലും ആയിരിക്കാം. നമുക്ക് അറിഞ്ഞുകൂടാ. കൂപത്തിൽ നിന്ന് പുക പൊങ്ങുന്ന പോലെ ഇങ്ങനെ പുക പൊങ്ങിക്കൊണ്ടിരുന്നു. അതിൽ നിന്ന് വരുന്ന ചില ദുഷ്ടപ്രാണികൾ മനുഷ്യനെ കുത്തി തേള് കുത്തും പോലെ വേദനിപ്പിക്കുന്ന പ്രാണികളായിരുന്നു. കമോൺ. അവരെ കൊല്ലുവാനല്ല, 5 മാസം ദണ്ഡിപ്പിപ്പാൻ അത്രേ അതിന് അധികാരം ലഭിച്ചത്. ഇങ്ങനെ മുദ്രയില്ലാത്ത മനുഷ്യരെ പെട്ടെന്ന് കൊല്ലുകയല്ല, 5 മാസം ദണ്ഡിപ്പിക്കുകയാണ്, വേദനിച്ച് പൊളയുകയാണ്, ദുരിതം അനുഭവിക്കുകയാണ്, നരക ദുരിതയുടെ ഭൂമിയിൽ വെച്ച് അനുഭവിക്കുകയാണ്. അവരുടെ വേദന തേൾ മനുഷ്യനെ കുത്തുമ്പോൾ ഉള്ള വേദന പോലെ തന്നെ. തേൾ മനുഷ്യനെ കുത്തുമ്പോഴുള്ള വേദന പോലെ തന്നെയുള്ള വേദനയാണ് അവർക്കുണ്ടായത്. ആ കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും, കാണുകയില്ലതാനും. മരിച്ചാൽ മതിയായിരുന്നു, എങ്കിൽ ഈ വേദനയെ അനുഭവിക്കേണ്ടായിരുന്നല്ലോ. മരിച്ചാൽ മതി എന്തിയായിരിക്കും? മരണം അന്വേഷിക്കും, കാണുകയില്ലതാനും. മരിപ്പാൻ കൊതിക്കും, മരണം അവരെ വിട്ട് ഓടിപ്പോകും. മരിപ്പാൻ കൊതിക്കും, മരണം അവരെ വിട്ട് ഓടിപ്പോകും. പ്രിയപ്പെട്ടവരെ, ഇത് ഒരുപക്ഷെ ന്യൂട്രോൺ ബോംബാണോ എന്ന് അറിഞ്ഞുകൂടാ, ഏതെങ്കിലും രാസായുധങ്ങളാണോ എന്ന് അറിഞ്ഞുകൂടാ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം സംഭവിക്കാൻ പോകുന്നു. ഇനി മുന്നോട്ട് വരുമ്പോൾ സംഭവിക്കാൻ പോകുന്ന അനേകം വൃത്താന്തങ്ങൾ നമുക്ക് ഈ വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതാണ് നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനിമേൽ വരാനിരിക്കുന്നതും ഇനിമേൽ സംഭവിക്കാനിരിക്കുന്നത് കാണിച്ചു തരാമെന്ന് പറയുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഒന്നും ശാശ്വതമല്ല, ഒന്നും നിലനിൽക്കുന്നതല്ല.
നാം ഇന്ന് സമ്പാദിച്ച് കൂട്ടുന്നതൊന്നും നമ്മുടെ കൂടെ പോരുകയില്ല, ഒന്നും നിലനിൽക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. എല്ലാം സമ്പാദിക്കാം, ഒന്നും കൂടെ പോരുകയില്ല. ദൈവത്തിന് സ്തോത്രം. കൂടെ പോരുന്നതോ യേശുനാഥൻ മാത്രം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മാത്രം. അവിടുന്ന് കൂടെ പോരും, അവിടുന്ന് കൂടെ ഉണ്ടായിരിക്കും. അവിടുന്ന് കൂടെ ഉണ്ടെങ്കിൽ അവിടുത്തെ മാലാഖമാരുണ്ടായിരിക്കും. മാലാഖമാരുടെ വൃന്ദം നമുക്ക് ചുറ്റും നിൽക്കും. കർത്താവിൻ്റെ തീമതിൽ നമുക്ക് ചുറ്റും കോട്ടയായി നിൽക്കും. കർത്താവിൻ്റെ തിരക്തൻ്റെ വലയത്തിനുള്ളിൽ നിന്ന് നിൽക്കും. നാം സുരക്ഷിതരായിരിക്കും. ദൈവത്തിന് സ്തോത്രം. നാം സുരക്ഷിതരായിരിക്കും. ഇന്ന് ഈ സമയത്ത് നിങ്ങൾ ചിന്തിക്കണം, എൻ്റെ മേല മുദ്രയുണ്ടോ? ആത്മാവിൻ്റെ മുദ്രയുണ്ടോ? ആത്മാവിൻ്റെ മുദ്ര കിട്ടാൻ ഞാൻ എന്താണ് വേണ്ടത്? ആത്മാവിൻ്റെ മുദ്ര കിട്ടുന്നത് ഞാൻ എന്ത് ചെയ്യണം? അത് എസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായം എടുക്കാം. എസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായം എടുക്കുമ്പോൾ അവിടെ കാണാം ആത്മാവിൻ്റെ മുദ്ര ലഭിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത് എന്ന്. അനന്തരം ഞാൻ കേൾക്കെ അവൻ അത്യുച്ചത്തിൽ വിളിച്ച്, നഗരത്തിൻ്റെ സന്ദർശനങ്ങളെ അടുത്ത് വരുമാറാക്കുവിൻ, ഓരോരുത്തരും നാശകരമായ ആയുധം കയ്യിലെടുക്കട്ടെ എന്ന് കൽപ്പിച്ചു. അപ്പോൾ 6 പുരുഷന്മാർ ഓരോരുത്തരും വെൺമഴു കയ്യിലെടുത്തുകൊണ്ട് വടക്കോട്ടുള്ള മേലത്തെ പടിവാതിലിൻ്റെ വഴിയായി വന്നു. അവരുടെ നടുവിൽ ശണവസ്ത്രം ധരിച്ച് അരയിൽ എഴുത്തുകാരൻ്റെ മഷിക്കുപ്പിയുമായി ഒരുത്തനുണ്ടായിരുന്നു. 6 പുരുഷന്മാർ വെൺമഴു എന്തിക്കൊണ്ടുവരികയാണ്, ശിക്ഷാവിധി നടത്തുവാൻ വരികയാണ്, കൊന്നുകളവാൻ വരികയാണ് 6 പുരുഷന്മാർ. എന്നാൽ അവിടെ കൂട്ടത്തിൽ ഒരാൾ വെൺമുഴുവല്ല കയ്യിലുള്ളത്, എഴുത്തുകാരൻ്റെ മഷിക്കുപ്പിയിൽ നിന്ന് മഷിയെടുക്കാനുള്ളതായി തൂലികയും ഉണ്ടായിരുന്നു. അവരുടെ ഇടയിൽ ഒരാളുണ്ടായിരുന്നു, അയാളുടെ കയ്യിൽ ശണവസ്ത്രം ധരിച്ച് അരയിൽ എഴുത്തുകാരൻ്റെ മഷിക്കുപ്പിയുമായി മറ്റൊരുത്തിനുണ്ടായിരുന്നു. അവർ അകത്തിയെന്ന് താമ്രയാഗപീഠത്തിൻ്റെ അരികെ നിന്നു. ഇസ്രായേലിലെ ദൈവത്തിൻ്റെ മഹത്വം അത് ഇരുന്നിരുന്ന കെരൂബിന്മേൽ നിന്ന് ആലയത്തിന് ഉമ്മരപ്പടിക്കൽ വന്നിരുന്നു. പിന്നെ അവൻ ശണവസ്ത്രം ധരിച്ച് അരയിൽ എഴുത്തുകാരൻ്റെ മഷിക്കുപ്പിയുമായി നിന്നിരുന്ന പുരുഷനെ വിളിച്ചു. അവനോട് യഹോവ, നീ നഗരത്തിൻ്റെ നടുവിൽ യെരുശലേമിൻ്റെ നടുവിൽ കൂടി ചെന്ന് അതിൽ നടക്കുന്ന സകല മ്ലേച്ഛതകൾ നിമിത്തം നെടുവീർപ്പിട്ട് കഴിയുന്ന പുരുഷന്മാരുടെ നെറ്റികളിൽ ഒരു അടയാളം ഇടുക എന്ന് കൽപ്പിച്ചു. എഴുത്തുകാരൻ്റെ മഷിക്കുപ്പിയുമായി വരുന്ന മനുഷ്യനോട് ദൈവം പറഞ്ഞു, നീ അടയാളം ഇടാൻ നിന്നെ ഞാൻ പരമേൽപ്പിക്കുകയാണ്. അവിടെ ആ കൂട്ടത്തിൽ, അവിടെ യെരൂശലേമിൽ ദൈവത്തിൻ്റെ ആലയത്തിൽ അവിടെ ഇരുന്ന് കരയുന്നവരാരെങ്കിലും ഉണ്ടോ? ആലയത്തിൽ നടക്കുന്ന മ്ലേച്ഛതകളെ ഓർത്ത് കരയുന്നവരാരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ആലയത്തിൽ നടക്കുന്ന മ്ലേച്ഛതകളെ ഓർത്ത് കരയുന്ന പുരുഷന്മാരുടെ നെറ്റിയിൽ അടയാളം ഇടുക. എങ്ങനെ കരയണം? നെടുവീർപ്പിട്ട് കരയണം. ആലയത്തിൽ നടക്കുന്ന മ്ലേച്ഛതകളെ ഓർത്ത്. ആലയം നമ്മുടെ ശരീരം തന്നെയാണ്. നിങ്ങളാണ് ദൈവത്തിൻ്റെ ആലയം. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു. നിങ്ങളാണ് ദൈവത്തിൻ്റെ മന്ദിരം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ വസിക്കുന്നു. നാമാണ് ദൈവത്തിൻ്റെ കുടിയിരിപ്പ് ഭവനം. ഈ ആലയത്തിൽ നടക്കുന്ന മ്ലേച്ഛതകളെ ഓർത്ത് നെടുവീർപ്പിട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റിയിൽ അടയാളം ഇടുക. നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പോയ പാവങ്ങളെ ഓർത്ത് നെടുവീർപ്പിട്ട് കരഞ്ഞാൽ അടയാളം കിട്ടും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പോയ പാപങ്ങളെ ഓർത്ത്, നമുക്ക് സംഭവിച്ചു പോയ പാവങ്ങളോർത്ത്, നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി ഓരോന്ന് ചകഞ്ഞു കഴിഞ്ഞ് ഓർത്തോർത്ത് ഓരോ പാവങ്ങളെയും ഓർത്ത് നെടുവേർപ്പിട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റിയിൽ അടയാളം ഇടുക. ദൈവത്തിന് സ്തോത്രം. അവൻ അടയാളം ഇട്ട് പോവുകയാണ്. ആരെല്ലാമാണ് നെടുവീർപ്പിട്ട് കരയുന്നവർ? പാവബോധത്തോടെ, കുറ്റബോധത്തോടെ അലറി കരഞ്ഞുകൊണ്ട് നെടുവീർപ്പോടെ കരയുന്നവർ ആരെല്ലാം ഉണ്ട് നോക്കുകയാണ്. അവർക്ക് അടയാളം കൊടുക്കുന്നു. അപ്പോൾ എന്തുണ്ടായി? വായിക്കുന്നു, മറ്റവരോട് ഞാൻ കേൾക്കെ അവൻ 6 പുരുഷന്മാരോട് വെൺമൊഴി ഏന്തി 6 പുരുഷന്മാരോട് പറയുകയാണ്, നിങ്ങൾ അവൻ്റെ പിന്നാലെ നഗരത്തിൽ കൂടി ചെന്ന് വെട്ടുവിൻ. നിങ്ങൾ ഈ അടയാളം വിട്ട് പോകുന്നയാളുടെ പിന്നാലെ നിങ്ങൾ പോകുവീൻ, എന്നിട്ട് നിങ്ങൾ വെട്ടിക്കളയുവീൻ. നിങ്ങളുടെ കണ്ണിന് ആദരവ് തോന്നരുത്, ആരോടും ആദരവ് തോന്നേണ്ട മുഖപക്ഷം വേണ്ട. നിങ്ങൾ കരുണ കാണിക്കുകയും വരുത്, ആരോടും കരുണ കാണിക്കേണ്ട. വൃദ്ധന്മാരെയും യൗവനക്കാരെയും കന്യകമാരെയും പൈതങ്ങളെയും സ്ത്രീകളെയും കൊന്നുകളവിൻ. എല്ലാവരെയും നിങ്ങൾ വെട്ടിക്കൊന്നുകൊള്ളൂ. ഈ വെൺമഴ നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നത് വെട്ടിക്കൊല്ലുവാനാണ്, ശിക്ഷ നടത്താനാണ്, നശിപ്പിക്കാനാണ്. പിന്നെ എന്നാൽ അടയാളമുള്ള ഒരുത്തിനെയും തുടരുത്. ദൈവത്തിന് സ്തോത്രം. അടയാളമുള്ള ഒരുത്തിനെയും തുടരുത്. ദൈവത്തിന് സ്തോത്രം. അടയാളമുള്ള ആരെയും തുടരണ്ട, മറ്റുള്ളവരെ വെട്ടിക്കൊല്ലൂ. അടുത്ത വാക്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ തുടങ്ങുവിൻ എന്ന് കൽപ്പിച്ചു. കർത്താവ് പറയും, എൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ തുടങ്ങുവീൻ, എൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ തുടങ്ങുവീൻ. ഒരു കാലത്ത് വിശുദ്ധ മന്ദിരമായിരുന്നു, ഇന്ന് മ്ലേച്ഛതയായി തീർന്നു. സ്നേഹിത, നിൻ്റെ ജീവിതം ഒരു കാലത്ത് വിശുദ്ധമായിരുന്നു, ഇന്ന് മ്ലേച്ഛതയായി തീർന്നു. ഒരു കാലത്ത് നിൻ്റെ വായിൽ മദ്യം ഒഴിച്ചിരുന്നു, പക്ഷേ മാനസാന്തരപ്പെട്ടു, ദൈവകൃപയിലേക്ക് വന്നു. ദൈവം കൃപ ചെയ്ത് നിനക്കൊരു മാനസാന്തരം വന്നു, തീരുമാനം വന്നു. പക്ഷേ ഇന്ന് വീണ്ടും നീ മദ്യപാനത്തിലേക്ക് പോയി,
നീ കഞ്ചാവ് ഉപയോഗിക്കാൻ തുടങ്ങി, വീണ്ടും നീ ഭാര്യയെ ഉപദ്രവിക്കാൻ തുടങ്ങി, ആ സാധു സ്ത്രീയെ നിൻ്റെ വാക്കുകൊണ്ട് കുത്തിക്കൊല്ലാൻ തുടങ്ങി, ആ സാധു സ്ത്രീയെ നിൻ്റെ വാക്കുകൊണ്ടുമല്ല നിൻ്റെ ചില പെരുമാറ്റം കൊണ്ടും അവളെ ഉപദ്രവിക്കാൻ തുടങ്ങി. പാവപ്പെട്ട സ്ത്രീ നിലവിളിച്ച് കരയുന്നു. അവൾ പറയുന്നു, അയ്യോ ഞാൻ വേറൊരാളെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല, എന്നെ വെറുതെ സംശയിക്കല്ലേ. പക്ഷേ സ്നേഹിത, നീ അവളെ സംശയിച്ചുകൊണ്ട് നിരന്തരം അവളെ ഉപദ്രവിക്കുന്നു, മനഃശല്യം ഉണ്ടാക്കുന്നു അല്ലേ. ഇതെല്ലാം അപകടമാണ്. എൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ തുടങ്ങി. ഒരു കാലത്ത് വിശുദ്ധ മന്ദിരമായിരുന്നു, പക്ഷേ ഇന്നത് അശുദ്ധമായി പോയി. എൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ തുടങ്ങുകയും. ഒരു കാലത്ത് തീരുമാനം ഉണ്ടായിരുന്നു, ഇന്നത് നഷ്ടപ്പെടുത്തി കളഞ്ഞു. വിശുദ്ധ മന്ദിരത്തിൽ തന്നെ തുടങ്ങി വെട്ടിക്കൊല്ലുകയും എന്നാണ് പറയുന്നത്. ആരോടും ആദരവ് കാണിക്കേണ്ട, ആ അടയാളമുള്ളവരത്തിനെയും തൊട്ടുപോകരുത്. ദൈവത്തിന് സ്തോത്രം. മുദ്രയില്ലാത്തവരെ അവരെയാണ് ഈ ന്യൂട്രോൺ ബോംബ് കെടുതിയിലാക്കുന്നത്. ഈ ഭീകരമായ ബോംബ് ലേസർ രശ്മികളെയാണ് നശിപ്പിക്കുന്നത്. ഈ അഗാധകൂപത്തിൽ നിന്ന് പൊങ്ങി വരുന്ന ആ ചൂളയിൽ നിന്ന് പൊങ്ങി വരുന്നതായ പുക പോലുള്ളതായ ആ ഭീകരമായ ആക്രമണം അങ്ങനെ അടയാളമില്ലാത്തവരെയാണ്, മുദ്രയില്ലാത്തവരെയാണ് ഉപദ്രവിക്കുന്നത്. ഇന്ന് ഭൂമിയിൽ കർത്താവ് നമുക്ക് മുദ്ര തന്നുകൊണ്ടിരിക്കുകയാണ്. സുവിശേഷത്തിൻ്റെ മുദ്ര തരികയാണ്, ഏവങ്കേലിയോൻ്റെ മുദ്ര തരികയാണ്, വിശുദ്ധ സുവിശേഷത്തിൻ്റെ വചനത്തിൻ്റെ മുദ്ര തരികയാണ്. കർത്താവ് നമുക്ക് ആത്മാവിൻ്റെ മുദ്ര തരികയാണ്. ആർക്ക് വേണം ഇത്? യേശുവിൻ്റെ മുദ്ര ആർക്ക് വേണം? ആ കുരിശടയാളം ആർക്ക് വേണം? യേശുവേ, നിൻ്റെ ആ സ്ലീവായിട്ട് അടയാളം എനിക്ക് തരണമേ. അതാ ഞാൻ സന്തോഷത്തോടെ കുരിശ് വഹിച്ചു കൊള്ളാം. യേശുവേ, ഞാൻ സന്തോഷത്തോടെ നിന്ന വഹിച്ചു കൊള്ളാം. സന്തോഷത്തോടെ ഞാൻ ആക്ഷേപം സഹിച്ചു കൊള്ളാം. കർത്താവെ, ഞാൻ സന്തോഷത്തോടെ തെറ്റിദ്ധാരണകൾ ഏറ്റുകൊള്ളാം. കർത്താവെ, ഞാൻ സന്തോഷത്തോടെ എല്ലാ പരിഹാസങ്ങളും ഏറ്റുകൊള്ളാം. എൻ്റെ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഞാൻ വിശുദ്ധനായി ജീവിച്ചു കൊള്ളാം. യേശുവിൻ്റെ നാമത്തിൽ വിശുദ്ധനായി ജീവിക്കുമ്പോൾ എൻ്റെ നേരെ വരുന്നതായ തെറ്റിദ്ധാരണകളും ആക്രമണങ്ങളും അപഹസനങ്ങളും പരിഹാസങ്ങളും ആക്ഷേപങ്ങളും നിന്ദനങ്ങളും എല്ലാം ഞാൻ പുഞ്ചിരിയോടെ ഏറ്റുവാങ്ങിക്കൊള്ളാം. ദൈവം എതിരെ നീ അങ്ങനെ തീരുമാനിക്കുമ്പോൾ നിൻ്റെ മേൽ ദൈവത്തിൻ്റെ മുദ്ര വന്ന് വീഴും. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഈ മുദ്ര ലഭിക്കുന്നത് മഹാഭാഗ്യമാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഈ മുദ്ര ലഭിക്കാൻ ഇന്ന് നിങ്ങൾ തന്നെ താഴ്ത്തുകയും നടുവേർപ്പെട്ട് കരഞ്ഞുകൊള്ളുക, പാവത്തെ ഓർത്ത് കരഞ്ഞുകൊള്ളുക, തെറ്റുപറ്റിയത് ഓർത്ത് കരഞ്ഞുകൊള്ളുക. എൻ്റെ കർത്താവേ, അബദ്ധം പറ്റിപ്പോയി, അരുതാത്ത വാക്ക് വന്നുപോയി, ശാപവാക്കുകൾ വന്നുപോയി, പിരാകുന്ന വാക്കുകൾ വന്നുപോയി, ചിലരെ ഞാൻ കുറ്റപ്പെടുത്തി പറഞ്ഞുപോയി, ചിലരെ ഞാൻ ദുഷിച്ചു പോയി, വാവിഷ്ഠാണം വന്നുപോയി, ചിലർക്കെതിരായി ഞാൻ സംസാരിച്ചു പോയി. എൻ്റെ കർത്താവേ, പരിഹാസ വാക്കുകൾ പറഞ്ഞുപോയി, ദൈവത്തിൻ്റെ വേലയെ ഞാൻ തടുത്തുപോയി, ദൈവ വേലയെ ഞാൻ പരമാവധി ഉപദ്രവിച്ചു പോയി, ദൈവ വേലക്കാരൻ ഞാൻ പല വിധത്തിൽ ഉപദ്രവിച്ചു കഴിഞ്ഞു. എൻ്റെ കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ കരയൂ, ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കൂ. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ ദൈവത്തോട് നിങ്ങൾ നിരപ്പാകുവീൻ. യേശു ക്രിസ്തുവിനോട് നിരപ്പാകുവീൻ. യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിനോട് നിരപ്പാകുവീൻ. യേശു ക്രിസ്തുവിൻ്റെ അരികത്ത് വന്നിരിക്കുന്ന സമയം നിങ്ങൾ നിരപ്പാകുവീൻ. നാഥ, എൻ്റെ പാപങ്ങളുടെ മേൽ കണക്കിടരുതേ, എൻ്റെ പാപങ്ങൾ എന്നോട് ഓർക്കരുതേ, എൻ്റെ പാപങ്ങൾ എന്നോട് കണക്കിടരുതേ, എൻ്റെ അകൃത്യങ്ങളുടെ മേൽ കണക്കിടരുതേ. നാഥ, നിൻ്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പാപങ്ങളുടെ ലിസ്റ്റ് എല്ലാം മായ്ച്ചു കളയണമേ. കർത്താവേ, നീ എൻ്റെ പാപത്തിൻ്റെ ലിസ്റ്റ് കുരിശിന്മേൽ തറച്ച് പരസ്യമായ കാഴ്ചയാക്കണമേ. ഇന്ന് നീ എന്നോട് മനസ്സിലെയ്യണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ, ജീവിതം കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കൂ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മഹത്വപൂർണ്ണമായ സുദിനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിൻ്റെ ഈ പ്രിയമക്കളെ അവിടെ നിന്ന് അനുഗ്രഹിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും കർത്താവേ, നിൻ്റെ കൃപയിൽ പൊതിഞ്ഞ് കാത്ത് സൂക്ഷിക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വരെ വേണ്ടി ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ തന്നെ, ആമീൻ.